ശങ്കരം ശങ്കരാചാര്യ കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം മദാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം അച്യുതാനന്തഗുരും. അമൃതാത്മാക്കളെ, ആരോഗ്യ ജീവിതവും ആയുർവേദവും എന്നാണ് സംഘാടകർ വിഷയം പറഞ്ഞിരിക്കുന്നത്. നമുക്കത് കുറച്ചുകൂടി പ്രാചീനമായി പോകുന്നതാണ് ഉചിതമെന്ന് സദസ്യരെ കണ്ടിട്ട് തോന്നുന്നു. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ഞാൻ അല്പം കൂടി ആ വിഷയത്തെ പുറകോട്ട് കൊണ്ടുപോകുവാൻ ഇഷ്ടപ്പെടുകയാണ്. കാരണം വളരെ വേദനാജനകമാകും വിധം ഒരു രാജ്യം അതിന്റെ ആരോഗ്യരംഗത്ത് സാമൂഹികമായി അധപ്പതിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ പ്രഭാഷണത്തിന് എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. കേരളം ഇതര ഇന്ത്യൻ ഭൂവിഭാഗങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തവും കൂടിയാണ്. അതുകൊണ്ട് അല്പം കൂടി പുറകേക്ക് പോയിട്ട് അതിന്റെ ശീലുകൾ കണ്ടെത്തുന്നത് കൂടുതൽ ഉചിതമായിരിക്കുമെന്ന് തോന്നുകയും ചെയ്യും. ലോകത്തെ ആകമാനം നോക്കുമ്പോൾ ശാസ്ത്രം അതിന്റെ എല്ലാ ഭാവഭേദങ്ങളോടും കൂടി പുരോഗമിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളെ അഭിമുഖീകരിക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കുട്ടികളെല്ലാം വളരെ ഉന്നതങ്ങളായ കോളേജുകളിൽ പഠിച്ച് ഉന്നത വിദ്യാഭ്യാസവും നേടിയെത്തുന്നവരാണ്. ഉന്നത രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇന്ന് കഴിക്കുന്നത്. ആഹാരവിഹാരങ്ങൾക്കെല്ലാം മാറ്റം വന്നു. പ്രാചീന സംസ്കൃതിയുടെ എല്ലാ അംശങ്ങളും ഏതാണ്ട് കളഞ്ഞു കുടിച്ചിട്ടുണ്ട്. എന്നാലും അഭിമാനം തരുന്ന ചില ആചാരങ്ങളെ കൈവിടാൻ മടിയുള്ളതുകൊണ്ടാണ് ക്ഷേത്രവും ആരാധനയുമൊക്കെ കഷ്ടിച്ചു നിലനിൽക്കുന്നത്. അവയാവശ്യമുള്ളതുകൊണ്ടാണ് എന്ന ഇത്തരുണത്തിൽ പരിഗണിക്കുന്നത് അബദ്ധമാവുമെന്ന് തന്നെയാണ് എന്റെ ധാരണയും. ആവശ്യമാണ് ഒരു ജനതയെ മുന്നോട്ട് കൊണ്ടുപോവുകയും വളർത്തുകയും ചെയ്യുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ അത്യന്തം ആധുനികമായൊരു സമൂഹത്തിൽ ജീവിക്കുകയാണ്. അവിടെ ഗവേഷണവും അതിന്റെ പന്ഥാവുകളുമെല്ലാം ടെസ്റ്റ് ട്യൂബുകളും ബ്യൂററ്റുകളും പിപ്പറ്റുകളും ഊഹനങ്ങളും ഒക്കെ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ടുള്ള തലത്തിലാണ് നടക്കുന്നത്. എന്നാൽ ലോകത്ത് നൂറ്റാണ്ടുകൾക്ക് യുഗങ്ങൾക്ക് മുമ്പ് നിത്യജീവിതത്തിന്റെ അകത്തുനിന്ന് രൂപാന്തരപ്പെട്ടു വന്ന ജീവിതത്തിൽ അനുഭവപ്രധാനമായ കുറെ സത്യങ്ങൾ കണ്ടെത്തിയ രാജ്യമാണ്. ഏതെങ്കിലും ഗവേഷകന്മാർക്ക് ഉന്നത ലോകങ്ങളിൽ അവർക്ക് മാത്രം അറിയുന്നതും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളതുമായ സാങ്കേതികമായിരുന്നില്ല ഈ രാജ്യത്തിന്റെ ശാസ്ത്രം. അതാത് ശൈലിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആ ശൈലിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും അനുഭവിക്കുവാനും പറ്റുന്ന ഒന്നായിരുന്നു ഈ രാജ്യത്തിന്റെ ശാസ്ത്രം. ഇന്നും അതിൽ ചിലത് ചുരണ്ടിയെടുത്താണ് ഗഹനങ്ങളായ കണ്ടെത്തലുകൾ നടത്തി നിങ്ങളുടെ രാജ്യത്തിന്റെ മസ്തിഷ്കവും ധനവും വിദേശങ്ങളിൽ ചോർത്തുന്നത് എന്നത് സ്പഷ്ടവുമാണ്. കേരളം എല്ലായിടവും നോക്കിയാൽ ഇന്ന് പുനഃപ്രതിഷ്ഠകളുടെയും
ക്ഷേത്ര നവീകരണങ്ങളുടെയും കാലമാണ്. ആ നവീകരണം നടക്കുമ്പോൾ പ്രാചീനങ്ങളായ ക്ഷേത്രങ്ങളുടെ ശ്രീകോവിലുകളെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകിടുകൾ, അതിനകത്തിരിക്കുന്ന വിഗ്രഹം, അതിന്റെ പീഠം, ഇവയൊക്കെ എന്തു ചെയ്യുന്നുവെന്ന് നിങ്ങൾ ഭക്തജനങ്ങൾ ആലോചിക്കാറില്ല. കമ്മറ്റിക്കാരും അധികം ആലോചിക്കുന്നുണ്ടോ എന്നറിയില്ല. ഗവൺമെന്റുകൾ തീരെ ആലോചിക്കുന്നില്ല. എന്നാൽ ഈ ചടങ്ങ് നിത്യനിരന്തരമായി നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. മിക്കവാറും പ്രസിദ്ധങ്ങളായ എല്ലാ ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ നവീനങ്ങളാണ്. ഒന്നുകിൽ ശില, അതുമല്ലെങ്കിൽ പഞ്ചലോഹമെന്ന് പേരിടുന്ന ഇന്നത്തെ ഒരു ലോഹക്കൂട്ട്. ആ പേരതിന് അർഹിക്കുമോ എന്ന കാര്യം തികച്ചും സംശയാസ്പദമാണ്. ഇന്നലെ ഇരുന്നത് സപ്തലോഹമോ ശരിയായ പഞ്ചലോഹമോ നവപാഷാണമോ അഞ്ജനമോ അതിൽ സ്രോതോഞ്ജനമോ സൗവീരാഞ്ജനമോ ഒക്കെയാണ്. അവയ്ക്കെന്തു വില വരും? അതിന്റെ മൂല്യം എന്താണ്? അത് വ്യക്തിക്ക് നൽകുന്ന പ്രയോജനം എന്താണ്? സാമൂഹികതയിൽ അതിനെന്ത് ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട്? അതിന്റെ സാമീപ്യ സാന്നിധ്യങ്ങൾ വൈദ്യശാസ്ത്രത്തിൽ എന്ത് മൂല്യമുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് പ്രാചീനമാകാം എന്ന്. ഇന്ത്യയിലെ പ്രസിദ്ധങ്ങളായ എല്ലാ ക്ഷേത്രങ്ങളിലും ഇരുന്ന വിഗ്രഹങ്ങൾ ഇന്ത്യൻ ജനതയുടെ ആയുരാരോഗ്യങ്ങളിൽ വഹിച്ച പങ്ക് എന്ന വിഷയത്തെ ഞാൻ ആദ്യമായി ഒന്ന് ചെറുതായി മോഡിഫൈ ചെയ്യാം. മുമ്പെന്നത്തെക്കാളും ഭക്ത ജനങ്ങൾ കൂടി. പക്ഷെ നിങ്ങളുടെ ഭക്തിക്ക് ഒരു സെമറ്റിക് സന്നിവേശമുണ്ടായി എന്നല്ലാതെ സംസ്കാരത്തിനത് പോറലേൽപ്പിക്കുകയാണ്. നിങ്ങളുടെ ഭക്തി ഒരു മതം മാറിയ ഭക്തിയായി മാറുകയല്ലാതെ നിങ്ങളുടെ സംസ്കാരത്തിന് ഊന്നൽ നൽകിയില്ല. നിങ്ങളുടെ ഭക്തി ആരോഗ്യശാസ്ത്രത്തിന് സംഭാവനകളൊന്നും ചെയ്തില്ല. എന്നാൽ പ്രാചീനകാലത്ത് ആവശ്യമുള്ളവൻ ആരോഗ്യശാസ്ത്രത്തിനു വേണ്ടിയാണ് ക്ഷേത്രദർശനം നടത്തിയിരുന്നത്. അതുകൊണ്ട് സനാതനധർമ്മത്തിന്റെ ഹൈന്ദവ മനസ്സുകളുടെ ഉള്ളിൽ ഒരു സാമൂഹിക മുന്നേറ്റത്തിന്റെയും സാമൂഹിക രാഷ്ട്രീയത്തിന്റെയും സാമൂഹിക നവോത്ഥാനത്തിന്റെയും രംഗമായിരുന്നില്ല, സാമൂഹിക ആരോഗ്യത്തിന്റെ രംഗമായിരുന്നു ക്ഷേത്രം. പഞ്ചഭൂതങ്ങളെക്കുറിച്ചുള്ള ഭാരതീയന്റെ അറിവിന്റെ അനുസ്യൂതതകൾ ക്ഷേത്രങ്ങളുടെ ആരാധനയിലും ക്ഷേത്രോപജീവിതത്തിന്റെ മനോഹാരിതയിലും ക്ഷേത്രകലകളുടെ അന്തസ്ഥ ചൈതന്യങ്ങളിലും തുടിച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. അതാണ് ആധുനിക രീതിയിൽ നിങ്ങൾ നഷ്ടമാക്കിയത്. പ്രാചീനരിവിടെ ഇരിപ്പുണ്ടെങ്കിൽ എന്ന പദം ഉപയോഗിച്ചത് പ്രാചീനതയ്ക്ക് വഴിയാവില്ല. പ്രാചീന പാരമ്പര്യത്തെ കളയാതെ മൂല്യബോധത്തോടെ അച്ഛനമ്മമാരിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. കേരളത്തിലെ ഓരോ രോഗത്തിനും ഇന്നലെ ക്ഷേത്രത്തിൽ പോയി ഇന്ന പ്രസാദം കഴിച്ചാൽ മതിയെന്ന് നിയമമുണ്ട്. നിങ്ങളിത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് പ്രസാദം ഔഷധമാകുന്നത്? ഇന്ന് പല ക്ഷേത്രങ്ങളിലും വടമാലയൊക്കെയാണ്. ഉഴുന്ന് നിത്യവും കഴിക്കരുതാത്ത സാധനമാണ്. അതൊക്കെ പുതിയ പ്രസാദങ്ങളാണ്. അതുകൊണ്ട് ക്ഷേത്രം കൈകാര്യം ചെയ്യുന്നവർക്ക് സാമൂഹിക ആരോഗ്യം അറിയില്ല എന്നുള്ളത് ഇന്ന് തീർച്ചയാണ്. പ്രാചീനർ അത്തരം ഉപദ്രവകരങ്ങളായ ഒന്നിനെ പോലും ക്ഷേത്രത്തോട് ബന്ധപ്പെടുത്തിയിരുന്നില്ല. പൂക്കൾ എടുക്കുമ്പോഴും ഇന്നെല്ലാ പൂക്കളും എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോഗ്യത്തിനുതകും വിധം പുഷ്പ ഉപയോഗം, മൂല്യമുള്ള പുഷ്പങ്ങള് പ്രസാദമായി ലഭിക്കുമ്പോൾ അവയെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ
സാമൂഹികാരോഗ്യമുണ്ടാകുമെന്ന് അവർക്കറിയുമായിരുന്നു. ജലം, പുഷ്പം ആകാശത്തിന്റെ ഗുണമുള്ളതാണ്. ആകാശത്തിന്റെ പ്രതിരൂപമായാണ് പുഷ്പത്തെ അർച്ചിക്കുന്നത്. ഭൂതങ്ങളിൽ ആകാശത്തിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്ത് പുഷ്പവും, ജലത്തിന്റെ പ്രാധാന്യത്തെ കണക്കിലെടുത്ത് ജലവും. ജലത്തിന് മറ്റു പല പ്രത്യേകതകളുമുണ്ട്. ക്രിസ്റ്റലൈസേഷനിൽ സമാനതകളില്ലാത്ത വിധം വൈവിധ്യമുള്ളതാണ് ജലം. ഇതിന് സമീപത്തുള്ളവര് പഴയകാലത്ത് ഇതുപോലൊരു ക്ഷേത്രത്തിൽ വന്ന് വീട്ടിലെ കിണറിനുള്ളിൽ കൂത്താടിയെ കണ്ടാൽ, ഓർമ്മിക്കുന്നവരുണ്ടാവുമെന്നറിയില്ല, ഒരു തീർത്ഥം വാങ്ങിക്കൊണ്ടുപോകും അതിലൊഴിക്കാൻ. ചെയ്തിട്ടുണ്ടോ നിങ്ങളെന്നറിയില്ല. കിണറിലൊക്കെ കൊതുകിന്റെ ലാർവയെ കണ്ടു കഴിയുമ്പോൾ പഴയകാലത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റൊന്നും മേടിച്ചിടുകയല്ല മതി. ഇത് വെള്ളം അല്പം കൊണ്ടുപോയി അവിടെ ഒഴിക്കും. ആ പഴയ ആളുകൾക്ക് ഓർമ്മയുണ്ടാവും, പിന്നീട് അതിനകത്ത് കൊതുകുണ്ടാവില്ല, ആ ലാർവ അതിനകത്ത് വളരില്ല. പുണ്യാഹം എന്നാണ് അതിന് പറയുക. പക്ഷെ പുണ്യാഹത്തിന് 4 പേര് വേണം. ഋത്തിക്കുകൾ, യജമാനൻ വേണം, മനസ്സ് സമാഹിതമായിരിക്കണം. കാരണം ഋത്തിക്കുകളോട് ചോദിക്കും, മനസ്സ് സമാധിയിലാണോ? സമാഹിതമാണ് ഞങ്ങളുടെ മനസ്സെന്ന് മറുപടിയും പറയും. സമാഹിത മനസ്സ്. ആ ജലത്തിന്റെ രൂപം മാറും, അതിന്റെ കോൺഫിഗറേഷൻ മാറും. ജലമുപയോഗിച്ചാണ് ശുദ്ധിയെല്ലാം വരുത്തുന്നത്. അതുകൊണ്ട് അവർ പഴയ കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും വലത്ത് കൈകൊണ്ടാണ് വെള്ളമെടുത്ത് കുടിച്ചത്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ ഇടത്ത് കൈകൊണ്ട് വെള്ളമെടുത്ത് കുടിക്കുമ്പോൾ ആ പാത്രവും ജലവും അശുദ്ധമാവുകയും ആ കൈ അശുദ്ധമാവുകയും ആ കൈ കൊണ്ട് പിന്നെ പൊതുവായ ജലമെടുക്കുമ്പോൾ അതിന്റെ ക്രിസ്റ്റലൈസേഷൻ പ്രോപ്പർട്ടി മാറുകയും ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു. ശുചിത്വത്തിൽ അവർ എത്രത്തോളം ശ്രദ്ധയുള്ളവരും അറിവുള്ളവരുമായിരുന്നു എന്ന് അറിയണമെങ്കിൽ ഇറ്റ്സിങ്ങിന്റെയും ഫാഹിയാന്റെയും ഹ്യാൻസെങ്ങിന്റെയും രേഖാചിത്രങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. ഇന്ന് ആ ശുചിത്വമൊന്നും കേരളീയർക്കുണ്ടെന്ന് തോന്നുന്നില്ല. മോശമായ വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാലും ഭക്ഷണം കഴിച്ചാലും ഒക്കെ വായയും കൈയുമൊക്കെ ശുചിയാക്കുമായി. മൂത്രമൊഴിച്ചാലും മലവിസർജനത്തിന് പോയാലും ശുചിത്വത്തിന് ശൗചാദികളുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടിനും ശൗചം നിന്നുവെന്നാണ് തോന്നുന്നത്. ഇപ്പൊ ശൗചാദികളിൽ വളരെ മാറ്റം വന്നു. ഹ്യൂമൻ പാപ്പിലോമ വൈറസും ഹ്യൂമൻ ബർ വൈറസും ഹ്യൂമൻ ചൈൽഡ് വൈറസും ഒന്നും ഇല്ലാതിരുന്ന ഈ രാജ്യത്തിന്റെ അന്തസ്ഥ തലങ്ങളിലേക്ക് ഇവയെല്ലാം ഇന്ന് വലിയ തോതിൽ കടന്നു വരികയാണ്. ചെറിയ തോതിലല്ല. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള സ്ത്രീകളിൽ RCCയുടെ ഗവേഷണത്തിൽ 100% സ്ത്രീകളിലും ഹ്യൂമൻ പാപ്പിലോമ വൈറസും സെർവിക്സ് സ്മിയർ മലിഗ്നന്റാണ്. ദൂരാവകാശം വഴി അപ്ലൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞത് നുണയാണോ. നാം ഇത്തരം ഒരു അവസ്ഥിതിയിലേക്കാണ് ഇന്ന് എത്തുന്നത്. ഒന്ന്, പുഷ്പങ്ങള്, മരത്തിൽ നിന്നെടുക്കുന്ന കർപ്പൂരം, ഇന്നത് മുഴുവൻ സിന്തറ്റിക് കംഫറാണ്. പണ്ട് കർപ്പൂരം കത്തിച്ചത് കണ്ട് കർപ്പൂരം കത്തിക്കുന്ന പുക നിങ്ങൾ അടിച്ചാൽ ശരീരത്തിൽ മുഴകളുണ്ടാകും. കാരണം ആ കർപ്പൂരം സിന്തറ്റിക്കാണ്. കൂടുതൽ അടിച്ചാൽ അപസ്മാരമുണ്ട്. കർപ്പൂരത്തിന്റെ അളവ് ബ്ലഡിൽ കൂടിയാൽ ബ്രെയിനെ ബാധിക്കുകയും അപസ്മാരം ഉണ്ടാവുകയും. മുമ്പ് ഉപയോഗിച്ചത് ഈ സാധനമല്ല. ഇപ്പൊ നിങ്ങൾ കത്തിക്കുന്ന കർപ്പൂരമല്ല, പെട്രോളിയം ഉൽപ്പന്നമാണ്. അത് മരത്തിന്റെ ഇല വാറ്റിയെടുക്കുന്നതാണ്. കർപ്പൂര മരത്തിന്റെ ഇല വാറ്റിയെടുക്കുന്നത്. അത് ഇന്ത്യയിലില്ലിപ്പം. ഇന്ത്യയിലുള്ളതൊക്കെ വെളിയിലേക്ക് പോകും. ചെറിയ വിലയ്ക്ക്, വളരെ വില കുറച്ച് ഇവിടുന്ന് നല്ല സാധനങ്ങൾ അങ്ങോട്ടായി. അവിടുത്തെ വേസ്റ്റ് ഉൾപ്പെടെ എല്ലാം നിങ്ങളുടെ രാജ്യത്തേക്ക് വരും. കാരണം നിങ്ങൾക്ക് പാശ്ചാത്യമായതെല്ലാം സ്വർഗതുല്യമാണ്.
നിങ്ങൾ പഠിപ്പുള്ളവരാണ്, പക്ഷെ പഠിപ്പുള്ളവരെല്ലാം ഇതിന് കമ്മീഷൻ പറ്റുന്നവരുമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയിട്ട് ഞാൻ തെറ്റു പറഞ്ഞു എന്ന് തോന്നിയാൽ എപ്പോ എന്നെ വിളിക്കാം. തലോടാനല്ല, തല്ലാൻ. ഇങ്ങനെ അങ്ങോട്ട് ക്ഷേത്രത്തിലെ പ്രസാദങ്ങൾ വരെ ഇതിലോരോന്നും കഴിക്കാനുള്ള ഓരോന്നും. ചന്ദനം, ഇന്ന് ചന്ദനമല്ല ക്ഷേത്രത്തിലുള്ളത്. ചന്ദനം അരയ്ക്കുന്ന ക്ഷേത്രങ്ങളില്ല. അരയ്ക്കുന്ന മുട്ടിയൊന്നും ചന്ദനത്തോട് യാതൊരു ബന്ധമുള്ളതല്ല. പക്ഷെ ചന്ദനത്തിന്റെ വിലയേക്കാൾ കൂടുതൽ കണക്കിലുണ്ടാവും. അത് അരയ്ക്കുന്നത് കല്ലിലല്ല, ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിലോ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലോ. ചന്ദനം അരയ്ക്കാനുള്ള യന്ത്രങ്ങളുണ്ട്. അവയിൽ ആസിഡ് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഇത് അരയ്ക്കാൻ പറ്റൂ. അത് വൻതോതിൽ അരച്ചാണ് ക്ഷേത്രങ്ങളിലേക്ക് ദേവസ്വം എത്തിക്കുന്നത്. കാരണം കിലോ കണക്കിന് ചന്ദനം അരയ്ക്കണം. പണ്ടാവുമ്പോൾ ആളുകളിൽ നിന്നാണ് അരയ്ക്കുന്നത്. അതൊരു ഉപാസനയാണ്. അത് അരയ്ക്കുന്നതിന് ഒരു വേതനമുണ്ട്. അതൊക്കെ മുതലാവില്ലാത്തതുകൊണ്ട് യന്ത്രം മേടിച്ച് വെച്ച് അരയ്ക്കുകയാണ്. അതിനുപയോഗിക്കുന്ന ആസിഡാണ്. തൊട്ട് കഴിഞ്ഞാൽ പൊള്ളുകയും ചെയ്യും. ശീതവീര്യമുള്ള മലയാജല സംഭൂതവും ശീതളാനന്ദവർദ്ധകവുമായ ചന്ദനത്തെ ഇന്ന് പരിഗ്രഹിച്ചാൽ പൊള്ളും. ഇവിടെയൊക്കെ കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അനേക വിധത്തിലുള്ള പ്രസാദങ്ങളുണ്ട്. സർവദുഃഖാനാം ശാന്തി. ആദി ഭൗതികങ്ങളും ആദി ദൈവികങ്ങളും ആധ്യാത്മികങ്ങളുമായ ദുഃഖങ്ങളുടെ ശാന്തിയെ ഉദ്ദേശിച്ചാണ് പ്രസാദങ്ങളുള്ളത്. അതില് ദേവീക്ഷേത്രങ്ങളില് ഹരിദ്ര 6-7 ധാതുക്കളിൽ ക്രമമായി എങ്ങനെ പ്രവർത്തിക്കുന്ന ഡാഗിനി, ഹാഗിനി, യാഗിനി, ലാഗിനി, സാഗിനി തുടങ്ങിയ ദേവതകൾ. നിങ്ങൾ പഠിച്ച ശാസ്ത്രവുമായി ഞാൻ പറയുന്ന കാര്യങ്ങൾ യോജിക്കാൻ വഴി കുറവാണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ജീവനുണ്ട്, സസ്യങ്ങൾക്ക് ജീവനുണ്ട്, ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്ന സസ്യങ്ങൾക്കൊക്കെ ജീവനുണ്ട്, മനുഷ്യന് ജീവനുണ്ട്, മൃഗങ്ങൾക്ക് ജീവനുണ്ട്. ഇവയ്ക്കെല്ലാം ആധാരമായിരിക്കുന്ന ഭൂമിക്ക് ജീവനില്ല എന്ന് വിശ്വസിക്കുന്നതാണ് നിങ്ങളുടെ ശാസ്ത്രം. ആധാരത്തിനില്ലാത്തതൊന്നും ആധേയത്തിൽ ഉണ്ടാവില്ല എന്നാണ് ഭാരതീയരുടെ യുക്തി. ആധാരാധേയങ്ങളുടെ പാരസ്പര്യം ആധുനികർക്ക് അജ്ഞാതമാണ്. ആധാരാധേയങ്ങളിൽ ആധാരമായിരിക്കുന്ന ഭൂമിക്ക് ജീവനില്ലെങ്കിൽ ആധേയത്തിന് ജീവനുണ്ടാവുക വയ്യ. ഭൂമി ഏതൊന്നിന്റെ ആധാരചക്രത്തിലാണ് പോഷിപ്പിക്കപ്പെടുന്നത്? ഉത്തരായണ ദക്ഷിണായനങ്ങളിൽ, വിസർഗാദാന വിക്ഷേപങ്ങളിൽ. വിസർഗം, ആദാനം, വിക്ഷേപം. ഉത്തരായണ കാലങ്ങളിൽ ഭൂമിയുടെ ജീവസ് മുഴുവൻ സൂര്യൻ തന്നിലേക്ക് വലിച്ചെടുക്കും. ദക്ഷിണായനത്തിൽ ആ ജീവസ്സിനെ മുഴുവൻ ഭൂമിക്ക് തിരിച്ചു വിട്ടുകൊടുക്കും പർജന്യൻ വഴി. ഭൂമി അതിന്റെ ആധേയഭാവത്തിൽ നിലകൊണ്ട് സൗരതേജസ്സിനെ വഹിക്കുമ്പോഴാണ് അന്നം മുഴുവൻ ഉണ്ടാകുന്നതെങ്കിൽ, പ്രാണൻ മുഴുവൻ ഉണ്ടാകുന്നതെങ്കിൽ അവശ്യം സൂര്യനും ജീവനുണ്ടായേ പറ്റും. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമെന്നില്ലെന്ന് എനിക്കറിയാം. ഇതേതെങ്കിലും സായിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചോളും, പരീക്ഷ എഴുതിക്കോളും, സമ്മതിക്കും, നിങ്ങളതിന് അനുകൂലമായി വ്യാഖ്യാനിക്കും, അതിനെതിര് പറയുന്നവന്റെ തലയിൽ കയറുകയും ചെയ്യും. ഇതവൻ കുറെ കാലം ഇവിടെ ജീവിച്ചു പോയപ്പോ അവൻ കക്കൂസിപ്പോയും മൂത്രമൊഴിച്ചും പോയ വെണ്ടയ്ക്കയും പാവയ്ക്കയും തിന്ന നിങ്ങളുടെ സന്തതികൾ അങ്ങനെ ആയിപ്പോയതിന്റെ ലക്ഷണമായിരിക്കാനാണ് ഇടയുള്ളത്. അല്ലെങ്കിൽ അങ്ങനെ ആവാൻ വഴിയുണ്ടാവേണ്ടതല്ല. ആധാരാധേയങ്ങളെ തിരിച്ചറിയുന്ന യുക്തി മനസ്സിലാവേണ്ടതാണ്. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ ആസ്പദമാക്കിയും അവ ഓരോ ധാതുവിലും പ്രവർത്തിക്കുന്നതിനെ ആസ്പദമാക്കിയും ചെറുപയറ്,
മഞ്ഞള്, ഹരിദ്ര, മുൽഗം, നെയ്യ്, പാല് മുതലായവയൊക്കെ ഓരോ ധാതുവിലും വരുന്ന വികാരങ്ങളെ ശമിപ്പിച്ച് ആരോഗ്യമുണ്ടാക്കാൻ ഉത്തമമാണെന്ന് കണ്ടറിഞ്ഞ് അതാത് ധാതുവിന്റെ ദേവതയെ സങ്കൽപ്പിച്ച് പ്രസാദ കൂട്ടുകൾ അവരുണ്ട്. വീട്ടിൽ ചെന്ന് തന്ത്രാഗമങ്ങളെല്ലാം എടുത്ത് പഠിക്കുക. സമയാചാരത്തിന്റെയും കൗളാചാരത്തിന്റെയും ഏറ്റവും കുറഞ്ഞത് ലളിതാ സഹസ്രനാമം എങ്കിലും ഒന്ന് വായിക്കുക. പായസാന്ന പ്രിയ ത്വസ്ഥ പശുലോക ഭയങ്കരി വിശുദ്ധി ചക്രനിലയ ശ്യാമാഭ ഡാകിനീശ്വരിയെക്കുറിച്ചാണ്. കണ്ഠസ്ഥിതമായ വിശുദ്ധി ചക്രത്തിലിരിക്കുന്ന ഡാകിനി ത്വസ്ഥയാണ്. ത്വധാതുവിന്റെ തലങ്ങളിൽ പ്രവർത്തിക്കുന്നവളാണ്. ഇന്ദ്രിയങ്ങളെ മുഴുവൻ, വിഷയങ്ങളെ മുഴുവൻ ഭരിക്കുന്നവളാണ്. അവൾ പയോവികാരമുള്ള അന്നം കൊണ്ട് ഉത്തമയാകുന്നവളാണ്. ക്ഷേത്രത്തിൽ നിന്ന് പയോവികാരമുള്ള, പാലിന്റെ വികാരമുള്ള ഏത് പ്രസാദം തരുമ്പോഴും സമസ്ത രസധാതുവിൽ വരുന്ന, ത്വധാതുവിൽ വരുന്ന സമസ്ത രോഗങ്ങളും അസ്തമിക്കുന്നു. ഗുഡാന്നം, ശർക്കര, ഇവിടെ എങ്ങനെയാണ് പറയുന്നതെന്ന് തോന്നുന്നു, ഗുളം, ഇക്ഷു കരിമ്പിൽ നിന്നെടുക്കുന്നത്, മഞ്ഞള്, ഹരിദ്ര, ദധി, തേൻ തുടങ്ങിയവയ്ക്ക് ഓരോ ധാതുവിനുമാണ്. എത്ര കാലത്തെ അന്വേഷണം, എത്ര കാലത്തെ തപസ്, എത്ര കാലത്തിന്റെ പഠനമുണ്ടെങ്കിലാണ് ഒരു ജനതയുടെ ജീവിത ചക്രത്തില്, സൗരചക്രത്തിലും ജൈവചക്രത്തിലും അതിന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ സാൽമീകരിച്ച് ഒരു പ്രസാദം കൊണ്ട് ഒരു ധാതുവിനെ കേന്ദ്രമായി വരുന്ന സമസ്ത രോഗങ്ങളെയും മാറ്റാൻ കഴിയുമെന്ന് കണ്ടെത്താൻ കഴിയുക. പ്രയോഗിച്ചും പ്രചരിപ്പിച്ചും നിഷേധിച്ചും നിഷേധിപ്പിച്ചും ഇക്കാലമത്രയും അത് ചെയ്തും ചെയ്യിപ്പിച്ചും പ്രചരിപ്പിച്ചും നിഷേധിപ്പിച്ചും അനുകൂലികളും പ്രതികൂലികളും ഒത്തൊരുമിച്ച് അതിന്റെ പ്രയോജനത്തെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത്. ക്ഷേത്രം കൊണ്ടുനടന്നവർ, പൂജാതി കർമ്മങ്ങൾ ചെയ്തവർ, ഭരണസാരിധ്യത്തിലിരുന്നവർ, സംസ്കാരമാണ് ക്ഷേത്രം നമ്മുടെ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ അതിലേക്ക് മണം പിരിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി കൂട്ടിക്കൊണ്ടുവന്നവർ, ഇവരെല്ലാം അതിന്റെ പ്രചാരകന്മാരും അനുകൂലികളുമാണ്. ഇതൊക്കെ അന്ധവിശ്വാസമാണ്, ഇത് ഇല്ലായ്മ ചെയ്യേണ്ടതാണ് എന്ന് നിഷേധിച്ചവർ നിഷേധികളും അതിനെതിരായി പ്രവർത്തിച്ചവരുമാണ്. ഫലത്തിൽ രണ്ടു കൂട്ടരും ചെയ്തത് ഒരേ പ്രവൃത്തിയാണ്. കാരണം ഇതിന്റെ അകത്ത് നിത്യവും അത് ചെയ്ത് അതിന്റെ പ്രയോജനം കണ്ടെത്തിയവൻ അടുത്ത തലമുറയ്ക്ക് ആ നന്മ ഉപയോഗിച്ച് വളരുവാനുള്ള ഒരാവേശം അതിൽ നിന്ന് കൊടുക്കുകയല്ല ചെയ്തത്. ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല, ഇതുകൊണ്ടുള്ള ചില്ലറ കൊണ്ട് വേഗം പോയി പുറത്തുനിന്ന് വേറെ വിദ്യാഭ്യാസം നേടി വന്നാൽ ജീവിക്കാമെന്ന് പറയുമ്പോൾ ഇത് കൊള്ളില്ല എന്നവൻ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഫലത്തിൽ പ്രചാരകന്മാരും നിഷേധികളും ഒരുമിച്ച് നശിപ്പിച്ച ഒരു രംഗമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നോട് നിങ്ങൾ പൊറുക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോ പ്രസാദാദികൾ മുഴുവൻ, പല പ്രസാദങ്ങളും ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്താണ് എടുത്തിരുന്നത്. അത് നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു. കുമാരനെല്ലൂര് നിങ്ങൾ എന്നാല് മഞ്ഞപ്പൊടിയാണ് അവിടെ അഭിഷേകം ചെയ്യുന്നത്. വെള്ളം പറ്റില്ല, ആ വിഗ്രഹത്തിൽ വെള്ളം തൊടാനാവില്ല, പാലൊഴിക്കാനാവില്ല. കാരണം അത് അഞ്ജനക്കല്ല് കൊണ്ടുള്ള വിഗ്രഹമാണ്, വിഗ്രഹാലിക്കും.
അഞ്ജനം മഞ്ഞളിൽ ചേർന്നാൽ മഞ്ഞള് ഔഷധമായി മാറും. മഞ്ഞളെന്ന നിലയിൽ നിങ്ങൾ കഴിച്ചാൽ ഒരു പ്രയോജനമില്ല. ഈ രാജ്യത്തെ ഏറ്റവും അധികം ആരോഗ്യം നിലനിർത്തിയ, വ്യാധിക്ഷമത്വബലവും വ്യാധി പ്രതിബന്ധകത്വബലവും നിലനിർത്തിയ ആഹാരങ്ങളിൽ ഒന്നാമത്തത് മഞ്ഞളാണ്. 2 കറിവേപ്പിലയും. എന്നാൽ മഞ്ഞള് തനിച്ച് ഏതെങ്കിലും ഒരു ഔഷധമെന്ന നിലയിൽ പ്രയോഗിച്ചാൽ അതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയാവുന്ന കുർക്കുമിൻ മനുഷ്യ ശരീരം സ്വീകരിക്കില്ല. ജീരകവും തേങ്ങയും കറിവേപ്പിലയും മുളകും എല്ലാം ചേരുമ്പോൾ, നല്ല ചുവന്ന മുളകില് ഇരിക്കുന്ന വൈറ്റമിൻ സിയുമായി കലരുമ്പോൾ അടങ്ങാത്ത ഔഷധവീര്യമായി രൂപാന്തരപ്പെടും മഞ്ഞളെന്ന് അടുക്കളയിൽ അരയ്ക്കുന്ന തള്ളയ്ക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഓരോ ആഹാരം പാകം ചെയ്യുമ്പോഴും മഞ്ഞൾ അരച്ച് ആദ്യം ഇട്ടിരുന്നത്. ഇന്നങ്ങനെയെല്ലാം തോന്നും. ഇന്ന് ഓരോന്നിടുന്ന കൂടെ ഒരു സ്പൂൺ മഞ്ഞപ്പൊടി കൂടെ ഇടുമെന്ന് തോന്നും. അരയ്ക്കുന്ന പരിപാടി ഇല്ല എന്നുള്ളതൊന്ന്. മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ പാക്കറ്റില് കമ്പനി എഴുതിയിരിക്കുന്നത് തന്നെ മഞ്ഞപ്പൊടി എന്നാണ്, ഇല്ലില്ല. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ പൊടിക്കമ്പനിയോട് ചോദിക്കുമ്പോൾ അവര് പറഞ്ഞ വാചകം, കോടതിയിൽ നാളെ കൺസ്യൂമർ എന്ന നിലയിൽ ചെന്നാൽ ഞങ്ങൾ മഞ്ഞൾപ്പൊടി വിറ്റിട്ടില്ല. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പറഞ്ഞ വാചകമായിരുന്നു. കള്ളൊന്നുമല്ല. ഞങ്ങൾ വിറ്റത് മഞ്ഞപ്പൊടി മാത്രമാണ്. എവിടെയാ അപകടമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറിച്ച് വരട്ടുമഞ്ഞൾ, പച്ചമഞ്ഞൾ കൊണ്ടുവന്ന് പാടത്തുനിന്ന് പറിച്ചു കൊണ്ടുവന്ന് അതിന്റെ തട കീറിയും കിഴങ്ങെടുത്തും അതിനെ പുഴുങ്ങി ഉണങ്ങി വെച്ച് ആവശ്യത്തിനൊരു കഷ്ണമെടുത്ത് മുളക് ചേർത്തരച്ച് വെള്ളരിക്കയും ചക്കമടലും പടവലങ്ങയും ചക്കക്കുരുവുമൊക്കെ ഒരേ നീളത്തിലൊരുക്കി അരച്ച മുളകും മഞ്ഞളും കൂടി അധികം വൈറ്റമിൻ സിയുള്ള ചുവന്ന മുളക്, ഓറഞ്ചിൽ ഒരെണ്ണത്തിലുള്ളതിന്റെ 100 ഇരട്ടി ഒരു മുളകിലുണ്ടായിരിക്കെ അതുമായി ചേർത്ത് അരച്ച് അതിനെ ആ കഷണങ്ങളിൽ തേച്ച് വെളിച്ചെണ്ണയും നല്ലതുപോലെ പുരട്ടി നല്ല വെള്ളോടിന്റെ പാത്രത്തിലിട്ട് ഒരില കൊണ്ടടച്ചു വെച്ച് അത് ആ കഷണത്തിന്റെ വെള്ളത്തിൽ മന്ദാഗ്നിയിൽ വെന്തു വരുമ്പോൾ അതിനകത്തുള്ള മഞ്ഞൾ രൂപാന്തരം പ്രാപിച്ചു വരുമ്പോഴേക്ക് തേങ്ങയും കറിവേപ്പിലയുമൊക്കെ താഴ്ത്തി ഇളക്കി വാങ്ങുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഒരു അവിയൽ വെറും ആഹാരമെന്ന നിലയിൽ വയറ് നിറയ്ക്കുക മാത്രമല്ല ചെയ്തിരുന്നത്. 1000 രോഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തുവാൻ പറ്റുന്ന വ്യാധി പ്രതിബന്ധകത്വ ബലമുണ്ടാക്കുകയാണ് ചെയ്തത്. ഈ മഞ്ഞൾ ചുണ്ണാമ്പുമായി ചേരുമ്പോൾ അതിന്റെ കെമിക്കൽ ആക്ഷൻ വളരെ കൂടുതലാണ്. അങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനൊരു പരിപാടി ഇവിടെ ഉണ്ടെന്ന് തോന്നി ഈ ക്ഷേത്രത്തിൽ. അതൊരൽപ്പം നാവിലേക്ക് കൊടുക്കുമ്പോൾ അല്പം മർമ്മങ്ങളിൽ എവിടെയെങ്കിലും തൊടുമ്പോൾ ബ്രഹ്മരന്ധ്രമിരിക്കുന്നിടത്തൊന്നു തൊട്ടാൽ നാനോ തലത്തെ ഉല്ലംഘിക്കുന്ന ആ രാഷ്ട്രീയ പരിണാമം വന്ന വസ്തു എന്തെല്ലാം രോഗങ്ങളിൽ നിന്നാണ് ഒരു ജനതയെ മുക്തമാക്കിയിരുന്നതെന്ന് അറിയണമെങ്കിൽ അത് ഗവേഷണം ചെയ്ത ഗ്രന്ഥങ്ങളുടെ അന്തഃസ്ഥിതികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. തന്ത്രാഗമങ്ങളിലൂടെ, പുരാണങ്ങളിലൂടെ, ഇതിഹാസങ്ങളിലൂടെ ഒരു വിശഗ്വരന്റെ സൂക്ഷ്മദൃഷ്ടിയും പേറി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് പൂർവികരുടെ തപസ്സിനെയും അറിവിനെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക.